ഇന്നലെ NDA സർക്കാർ അധികാരമേറ്റിരിക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ 2 തവണത്തേതിൽ നിന്ന് വ്യത്യസ്തമായി ഘടകകക്ഷികൾക്ക് കീഴ്പ്പെട്ട് നിൽക്കുന്ന ഒരു നരേന്ദ്രമോദിയെയും BJPയെയുമാണ് നമുക്ക് ഇത്തവണ കേന്ദ്രത്തിൽ കാണാൻ കഴിയുന്നത്. പക്ഷേ എങ്കിൽ പോലും ആദ്യ സംഘം സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അതിൽ ഘടകകക്ഷികൾക്ക് വലിയ അതൃപ്തിയുണ്ട്. അവർക്കാകെ 5 ക്യാബിനറ്റ് പദവിയടക്കം 11 മന്ത്രിസ്ഥാനങ്ങൾ മാത്രമാണ് ലഭിച്ചത്. ഇന്നിനി ഏറ്റവും പ്രധാനമായും അറിയേണ്ടത് വകുപ്പ് വിഭജനത്തെക്കുറിച്ച് തന്നെയാണ്. ആരൊക്കെയാകും പ്രധാന സ്ഥാനങ്ങളിലേക്ക് വരിക? ഘടകകക്ഷികളുടെ സാധ്യത എന്താണ്? അവർ മുന്നോട്ട് വച്ച ആവശ്യങ്ങൾ അംഗീകരിക്കുമോ? ഇനി ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അവരുടെ തുടർ നിലപാടുകൾ എങ്ങനെയായിരിക്കും എന്നതടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ ദേശീയതലത്തിൽ വലിയ ചർച്ചയായി നിൽക്കുകയും BJPക്ക് മുന്നിൽ തലവേദനയായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇന്നത്തെ വാർത്താ ദിവസം തുടങ്ങുന്നത്. വിഷ്ണു തലവൂർ ദില്ലിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നമുക്ക് നോക്കാം ദില്ലിയിലെ രാഷ്ട്രീയ ചലനങ്ങൾ എങ്ങനെയാണെന്ന്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. വിഷ്ണു, NDA സർക്കാർ അധികാരമേറ്റിരിക്കുന്നു മൂന്നാമതും. പക്ഷേ കഴിഞ്ഞ 2 തവണത്തേതുപോലെ അല്ല കാര്യങ്ങൾ. ഇത്തവണ ഘടകകക്ഷികളുടെ ഒരു നിയന്ത്രണം ആ ചരടിനറ്റത്തുണ്ടാകും. പക്ഷേ സത്യപ്രതിജ്ഞ കഴിയുമ്പോൾ ഘടകകക്ഷികൾക്ക് വലിയ അതൃപ്തിയാണ്. പ്രത്യേകിച്ചും JDUവിനും TDPക്കും ശിവസേനയ്ക്കും ഒപ്പം തന്നെ NCPക്കും ഒക്കെ വലിയ അതൃപ്തിയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അജിത് പവാർ വിഭാഗത്തിനൊക്കെ. കാരണം 5 ക്യാബിനറ്റ് പദവിയും അടക്കം 11 മന്ത്രിസ്ഥാനങ്ങൾ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. ഇന്നിനി അറിയേണ്ടത് വകുപ്പ് വിഭജനത്തെക്കുറിച്ചാണ്. ഈ വകുപ്പ് വിഭജനം പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ BJP തന്നെ എടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ അത് ഈ സഖ്യകക്ഷികൾ എത്ര കണ്ട് അംഗീകരിക്കും എന്നതാണ് ഒരു പ്രധാന വിഷയം. മനു, തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ 72 പേർ, നരേന്ദ്രമോദി ഉൾപ്പെടെ 72 പേരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അതിൽ 61 അംഗങ്ങൾ BJPയും 11 പേർ മാത്രമാണ് സഖ്യകക്ഷികളിൽ നിന്നും സത്യപ്രതിജ്ഞ ചെയ്തത്. 30 പേർ ഇത്തരത്തിൽ ക്യാബിനറ്റ് പദവിയോട് കൂടിയാണ് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റത്. പക്ഷേ ആ 30 പേരിൽ 25 പേർ BJPയും സഖ്യകക്ഷികൾക്ക് 5 ക്യാബിനറ്റ് സ്ഥാനം മാത്രമാണ് നൽകിയിരിക്കുന്നത്. തുടക്കത്തിൽ JDUവിനും TDPക്കുമൊക്കെ 2 ക്യാബിനറ്റ് പദവികൾ നൽകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതിന് BJP തയ്യാറായിട്ടില്ല. JDS, HIM, JDU, TDP, LJP ഈ 5 പാർട്ടികൾക്കും ഓരോ ക്യാബിനറ്റ് പദവികൾ മാത്രമാണ് നൽകിയിരിക്കുന്നത്. അവരുടെ പേരുകൾ നോക്കിക്കഴിഞ്ഞാൽ JDS നേതാവ് HD കുമാരസ്വാമി, HIM നേതാവ് ജിതിൻ റാം മാഞ്ചി, JDU നേതാവ് ലലൻ സിംഗ്, TDP നേതാവ് രാംമോഹൻ നായിഡു, അതോടൊപ്പം തന്നെ LJPയുടെ ചിരാഗ് പാസ്വാൻ. ഈ 5 പേർക്ക് മാത്രമാണ് ഒരു ക്യാബിനറ്റ് പദവി നൽകിയിരിക്കുന്നത്. സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാർ 5 പേരാണ്. അതിൽ 3 പോസ്റ്റുകൾ BJP തന്നെയാണ് കൈയടക്കുന്നത്. 2 പോസ്റ്റുകൾ സഖ്യകക്ഷികൾക്ക് നൽകിയിട്ടുണ്ട്. ശിവസേന ഷിൻഡെ വിഭാഗത്തിൻ്റെ പ്രതാപ് റാവു ജാദവിനും അതോടൊപ്പം തന്നെ RLDയുടെ ജയൻ ചൗധരിക്കുമാണ് സ്വതന്ത്ര പദവിയുള്ള സഹമന്ത്രി സ്ഥാനം നൽകിയിരിക്കുന്നത്. പിന്നീട് 36 സഹമന്ത്രി സ്ഥാനമാണുള്ളത്. അതിൽ 4 സഹമന്ത്രി സ്ഥാനം മാത്രമാണ് BJP സഖ്യകക്ഷികൾക്ക് വിട്ടു നൽകിയിരിക്കുന്നത്. റിപ്പബ്ലിക് പാർട്ടിയുടെ രാംദാസ് അത്വാലെ, JDUവിൽ നിന്ന് രാംനാഥ് താക്കൂർ, അപ്നാദൾ നേതാവ് അനുപ്രിയ പട്ടേൽ, TDP നേതാവ് ചന്ദ്രശേഖർ പെന്നസാനി ഈ 4 പേർക്കാണ് സഹമന്ത്രി സ്ഥാനം നൽകിയിരിക്കുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് TDPയും JDUവിനും ഒരു ക്യാബിനറ്റ് പദവിയും ഒരു സഹമന്ത്രി സ്ഥാനവും നൽകുന്നു. മറ്റുള്ളവർക്കൊക്കെ തന്നെ ഓരോ പദവിയും മാത്രം നൽകുക എന്നതാണ് BJP ചെയ്തിരിക്കുന്നത്. എന്തായാലും വരുന്ന സമയങ്ങളിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കായിരിക്കും അത് വഴിവെക്കുക. പ്രത്യേകിച്ച് നിലവിൽ ഈ 72 പേർ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെങ്കിലും മന്ത്രിമാരുടെ പോർട്ട്ഫോളിയോ ഏതൊക്കെ വകുപ്പാണ് എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഇന്ന് മാത്രമായിരിക്കും ഉണ്ടാകുക. അത്തരത്തിലൊരു വകുപ്പ് വരുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് സഖ്യകക്ഷികളടക്കം കടക്കുക. പ്രത്യേകിച്ച് ഇത്തവണ മോദി സർക്കാരിൽ നിരവധി പ്രമുഖർ, BJPയുടെ പ്രമുഖ ആളുകൾ തന്നെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2ാം മോദി സർക്കാരിൽ നിന്ന് 3ാം മോദി സർക്കാരിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ദിവസം 2ാമതായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് രാജ്നാഥ് സിംഗാണ്. 3ാമനായിട്ട് അമിത്ഷായും പിന്നീട് നിതിൻ ഗഡ്കരി, ശിവരാജ് സിംഗ് ചൗഹാൻ, JP നദ്ദ, നിർമ്മല സീതാരാമൻ, ജയശങ്കർ, മനോഹർലാൽ ഖട്ടർ ഉൾപ്പെടെയുള്ളവർ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇവർക്കൊക്കെ തന്നെ പ്രധാനപ്പെട്ട വകുപ്പുകൾ നൽകേണ്ട ഒരു സാഹചര്യം
സാഹചര്യമാണ് BJPക്ക് മുന്നിലുള്ളത്. അതോടൊപ്പമാണ് മറ്റ് സഖ്യകക്ഷികളും പ്രധാനപ്പെട്ട വകുപ്പുകൾ തന്നെ ആവശ്യപ്പെട്ടൊരു സാഹചര്യം BJPക്ക് മുന്നിലുള്ളത്. എന്തായാലും ഇന്ന് അത്തരത്തിലൊരു വകുപ്പ് പ്രഖ്യാപനം കൂടി വരുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് BJP കടക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് ഇന്നലെ തന്നെ സഖ്യകക്ഷികൾക്കിടയിൽ നിന്ന് അതൃപ്തികൾ പരസ്യമായി പ്രകടമാക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അത് ആദ്യം അത്തരമൊരു അതൃപ്തി പ്രകടമാക്കിയത് NCP അജിത് പവാർ പക്ഷമായിരുന്നു. NCP അജിത് പവാർ പക്ഷത്തിന് ഇത്തവണ ഒരു ക്യാബിനറ്റ് പദവി നൽകാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് BJP ആ ഒരു ക്യാബിനറ്റ് പദവി നൽകാമെന്ന് പറഞ്ഞതിൽ നിന്ന് പിന്നോട്ട് പോവുകയും അജിത് പവാർ പക്ഷത്തിന് ഒരു സഹമന്ത്രി സ്ഥാനം, സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി സ്ഥാനം നൽകാമെന്നും അത് മന്ത്രിസഭാ വികസനത്തിൻ്റെ സമയത്ത് മാത്രമായിരിക്കും അത്തരത്തിൽ നൽകുക എന്നൊരു വാഗ്ദാനത്തിലേക്ക് BJP പോയൊരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഈ മൂന്നാം മോദി സർക്കാരിൽ മന്ത്രിസഭയിൽ ഭാഗമാകാനില്ല എന്നൊരു തീരുമാനമാണ് അജിത് പവാർ പക്ഷം കൈക്കൊണ്ടത്. പക്ഷേ അതോടൊപ്പം തന്നെ അജിത് പവാർ പക്ഷം ചെറിയൊരു താക്കീത് കൂടി കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. അതായത് ക്യാബിനറ്റ് പദവി ലഭിക്കുന്നതിന് വേണ്ടി കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരിക്കാമെന്നൊരു താക്കീതാണ് അജിത് പവാർ പക്ഷം കഴിഞ്ഞ ദിവസം തന്നെ നൽകിയത്. അത്തരത്തിലൊരു കല്ലുകടി BJPയെ സംബന്ധിച്ച് തുടക്കത്തിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പമാണ് ഇന്നലെ നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ കഴിഞ്ഞ രണ്ടാം മോദി സർക്കാരിലെ മന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒരു പ്രസ്താവന വരുന്നത് താൻ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു, പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നു. അത് തിരുവനന്തപുരത്ത് തോറ്റതുകൊണ്ടല്ല ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊള്ളുന്നത്, പക്ഷേ ചില കാര്യങ്ങൾ അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ഒളിയമ്പിൻ്റെ രൂപത്തിലാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒരു പ്രസ്താവന സമൂഹ മാധ്യമമായിട്ടുള്ള എക്സിൽ പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷേ പിന്നീട് അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ആ ഒരു പ്രസ്താവന പിൻവലിക്കുകയും അങ്ങനെ പറയാനായിരുന്നില്ല ഉദ്ദേശിച്ചിരുന്നത്, എല്ലാവർക്കും നന്ദി പറയാനായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ തൻ്റെ ടീമിലെ പുതിയ ഇന്ത്യയുടെ ഭാഗത്തുനിന്നൊരു പ്രശ്നം പറ്റിയതാണ് എന്ന തലത്തിൽ ഒരു ന്യായീകരണം ചന്ദ്രശേഖരൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു. ഏതായാലും ഇത്തരത്തിൽ വലിയ പ്രതിസന്ധി BJP നേരിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ 2 മന്ത്രിസ്ഥാനങ്ങളാണ് കേരളത്തിന് ലഭിച്ചിട്ടുള്ളത്. അതിൽ സുരേഷ് ഗോപിക്ക് വലിയ തലത്തിൽ മന്ത്രിസ്ഥാനത്തിൻ്റെ പ്രചരണമൊക്കെ തന്നെ നടത്തിയിരുന്നെങ്കിലും ഒരു ക്യാബിനറ്റ് പദവി അല്ലെങ്കിൽ സ്വതന്ത്ര ചുമതല എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപി ഒരു ക്യാബിനറ്റ് പദവി പ്രതീക്ഷിച്ചിരുന്നു എന്ന് തോന്നുന്നു ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രതികരണം കണ്ടപ്പോൾ. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് സാംസ്കാരിക മന്ത്രാലയത്തിന്റെ ചുമതല കൊടുക്കും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഒപ്പം തന്നെ ജോർജ് കുര്യന് വിദേശകാര്യ വകുപ്പിൽ സഹമന്ത്രി സ്ഥാനമായിരിക്കാം ലഭിക്കാൻ പോകുന്നത് എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് വിഷ്ണു. ഒപ്പം ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഈ ധനകാര്യം, ആഭ്യന്തരം, പ്രതിരോധം തുടങ്ങിയ കാര്യങ്ങളാണല്ലോ. ഒരുപക്ഷെ അമിത്ഷാ തന്നെ ആഭ്യന്തരവും രാജ്നാഥ് സിംഗ് പ്രതിരോധവും തുടർന്നു പോകാനാണ് സാധ്യത. പീയൂഷ് ഗോയലിനെയും നിർമ്മലാ സീതാരാമനെയും ധനകാര്യത്തിലേക്ക് പരിഗണിക്കുന്നുണ്ട് എന്ന് കേൾക്കുന്നു. ആ രീതിയിലുള്ള സാധ്യതകളെ എങ്ങനെയാണ് ദില്ലിയിലെ രാഷ്ട്രീയ വൃത്തങ്ങൾ വിലയിരുത്തുന്നത്? മനു, തീർച്ചയായിട്ടും അത്തരത്തിൽ പല തലത്തിലാണ് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇത്തവണ ആരായിരിക്കും ആഭ്യന്തരം, ധനകാര്യം, വിദേശകാര്യം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്യുക എന്നതിലാണ് വലിയ സസ്പെൻസ് നിലനിൽക്കുന്നത്. കഴിഞ്ഞ രണ്ടാം മോദി സർക്കാരിൽ, ഒന്നാം മോദി സർക്കാരിൽ നിർമ്മലാ സീതാരാമൻ പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്യുന്നു. രണ്ടാം മോദി സർക്കാരിലേക്ക് വരുമ്പോൾ നിർമ്മലാ സീതാരാമൻ ആ പ്രതിരോധ വകുപ്പിൽ നിന്ന് ധനകാര്യ വകുപ്പിലേക്ക് എത്തുന്നു. എന്തായാലും മൂന്നാം സർക്കാരിലും ഈ ഒരു ക്യാബിനറ്റ് മന്ത്രിമാരുടെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു വനിതാ മുഖമെന്ന് പറയുന്നത് നിർമ്മലാ സീതാരാമൻ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ നിർമ്മലാ സീതാരാമന് പ്രധാനപ്പെട്ട ഒരു വകുപ്പ് നൽകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെയാണ് അമിത്ഷായ്ക്ക് ഏത് വകുപ്പായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യം. കഴിഞ്ഞ സർക്കാരിൽ അമിത്ഷാ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തു. പക്ഷേ ഈ ഒരു മൂന്നാം സർക്കാരിലേക്ക് വരുമ്പോൾ അമിത്ഷായ്ക്ക് ആഭ്യന്തര വകുപ്പ് നൽകുന്നതിൽ സഖ്യകക്ഷികൾക്ക് തന്നെ എതിർപ്പുണ്ട്. അത് TDP ഉൾപ്പെടെ ആ കാര്യം അമിത്ഷായ്ക്ക് ആഭ്യന്തര വകുപ്പ് നൽകരുത് എന്നൊരു കാര്യം വ്യക്തമാക്കിയ സാഹചര്യമുണ്ട്. ഇനി മറ്റൊരു കാര്യം, കഴിഞ്ഞ രണ്ടാം മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അന്ന് BJP ദേശീയ അധ്യക്ഷനായിരുന്ന അമിത്ഷാ ആ ദേശീയ അധ്യക്ഷ സ്ഥാനം ഒഴിയുകയും ആഭ്യന്തര വകുപ്പിലേക്ക് വരികയുമാണ് ചെയ്തത്. അതോടൊപ്പം തന്നെയാണ് ഇത്തവണ JP നദ്ദ
BJP ദേശീയ അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞാണ് ഈ ഒരു മന്ത്രിസഭയിലേക്ക് വരുന്നത്. അപ്പോൾ JP നദ്ദയ്ക്ക് പ്രധാനപ്പെട്ട ഒരു വകുപ്പ് നൽകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെയാണ് രാജ്നാഥ് സിംഗിനെ സംബന്ധിച്ചായാലും നിതിൻ ഗഡ്കരിയെ സംബന്ധിച്ചായാലും ഇവർക്കൊക്കെ തന്നെ പ്രധാനപ്പെട്ട വകുപ്പ് നൽകണം. ജയശങ്കറും ഈ ഒരു മൂന്നാം മോദി സർക്കാരിൻ്റെ ഭാഗമാണ്. കഴിഞ്ഞ സർക്കാരിൽ വിദേശകാര്യ വകുപ്പാണ് ജയശങ്കർ കൈകാര്യം ചെയ്തിരുന്നത്. ജയശങ്കറിന് ഏതു വകുപ്പ് നൽകുമെന്ന കാര്യത്തിലും ഒരു തീരുമാനം പുറത്തു വരേണ്ടതുണ്ട്. ഇനി ഈ ഒരു മന്ത്രിസഭയിൽ പുതുമുഖങ്ങളായി വരുന്ന ശക്തരായിട്ടുള്ള നേതാക്കള കാര്യം നോക്കിക്കഴിഞ്ഞാൽ JP നദ്ദ, ശിവരാജ് സിംഗ് ചൗഹാൻ, അതോടൊപ്പം തന്നെ മനോഹർ ലാൽ ഖട്ടർ, ഈ മൂന്ന് പേരും ശക്തരായിട്ടുള്ള നേതാക്കൾ തന്നെയാണ്. പ്രത്യേകിച്ച് ശിവരാജ് സിംഗ് ചൗഹാൻ അതിശക്തരായിട്ടുള്ള നേതാവാണ്. മനോഹർ ലാൽ ഖട്ടറും അതുപോലെ തന്നെയാണ്. ഇവർക്കും പ്രധാനപ്പെട്ട വകുപ്പുകൾ തന്നെ നൽകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആഭ്യന്തരം, വിദേശകാര്യം, ധനകാര്യം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ആർക്കൊക്കെ ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വലിയൊരു സസ്പെൻസ് തുടരുന്ന സാഹചര്യമുള്ളത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നോക്കേണ്ടത് JP നദ്ദ മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ BJP ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആര് വരുമെന്നുള്ള കാര്യത്തിലും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. തുടക്കത്തിൽ രാജ്നാഥ് സിംഗിൻ്റെയും അതോടൊപ്പം തന്നെ നിർമ്മല സീതാരാമൻ്റെയും ഒക്കെ തന്നെ പേരുകൾ പറഞ്ഞു കേട്ടിരുന്നു. പക്ഷേ തുടക്കം മുതൽ പറഞ്ഞു കേട്ട പേരുകൾ ശിവരാജ് സിംഗ് ചൗഹാൻ്റെ പേര് BJP ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് ചർച്ചകളിൽ വന്നിരുന്നു. പക്ഷേ ഇവരൊക്കെ തന്നെ മോദി മന്ത്രിസഭയുടെ ഭാഗമാകുന്ന സാഹചര്യത്തിൽ ഇനി അധ്യക്ഷ പദവിയിലേക്ക് ആര് വരുമെന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അത് സംബന്ധിച്ചുള്ള ചർച്ചകളും ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. ദില്ലി കേന്ദ്രീകരിച്ച് പുരോഗമിക്കുന്നുണ്ട്. അത് ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് മാത്രമല്ല, കേരളത്തിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആര് വരുമെന്നുള്ള കാര്യത്തിലും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. മനു, ശരി, നോക്കാം വിഷ്ണു. ഏതായാലും വരും സമയങ്ങളിൽ ആ ചർച്ചകൾ കൂടുതൽ ശക്തമാവുകയും വലിയ തരത്തിലുള്ള വിലപേശലുകളൊക്കെ നടക്കാനും സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ പറഞ്ഞതുപോലെ ഈ വകുപ്പ് വിഭജനം വരുമ്പോഴാണ് ഇനി ഒരു പക്ഷേ ഘടകകക്ഷികൾ, അവരുടെ സഖ്യകക്ഷികൾ അവരുടെ ഒരു ആവശ്യങ്ങൾ കൂടുതൽ മുന്നോട്ട് വയ്ക്കുക. ആദ്യഘട്ടത്തിൽ കൂടുതൽ മന്ത്രിസ്ഥാനം വേണമെന്ന നിലപാട് BJP അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ ഏത് രീതിയിലായിരിക്കും ഇനി മുന്നോട്ടുള്ള പോക്കിൽ BJPയെ കൈകാര്യം ചെയ്യുക എന്നത് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. ഒരു പക്ഷേ നരേന്ദ്രമോദിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഇത്തരമൊരു വിഷമാവസ്ഥയിൽ അദ്ദേഹം പെട്ടുപോകുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ആദ്യ രണ്ട് BJP സർക്കാരും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെയായിരുന്നു നിന്നത്. പക്ഷേ മൂന്നാമത്തെ സർക്കാരിലേക്ക് വരുമ്പോൾ NDA സർക്കാർ എന്ന് തന്നെ പറയേണ്ട അവസ്ഥയിലേക്ക് BJP പോകുന്ന ഇടത്താണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വകുപ്പ് വിഭജനം അടക്കമുള്ള കാര്യങ്ങൾ വലിയ തലവേദനയാകുമെന്ന കാര്യം ഉറപ്പാണ്. ഇന്നത്തെ ദിവസം അതിൻ്റെ ചർച്ചകൾ തന്നെയായിരിക്കും ദില്ലിയിൽ നടക്കാനും പോകുന്നത്.